ടെക്സ്റ്റുകൾക്കും മറ്റും ഷേഡോ ഇഫക്റ്റുകൾ നൽകുന്നതിന് ആവശ്യമായ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ J പ്രസ് ചെയ്യുക. ഒരു കോപ്പി ലഭിക്കുന്നതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ആവശ്യമാണെങ്കിൽ മാത്രം റേസ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം റാസ്ട്രേറ്റ് ടൈപ്പ് കൊടുക്കാം. ഇത് നിർബന്ധമില്ല. അതിനുശേഷം കൺട്രോൾ T പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫ്ലിപ്പ് ഹൊറിസോണ്ടലി എന്നുള്ളത് സെലക്ട് ചെയ്യുക. താഴത്തേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ അതിന്റെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഏതാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുക. ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇതിനുശേഷം ഇവിടെ ഇത് സെലക്ട് ചെയ്തുകൊണ്ട് ആ ടെക്സ്റ്റ് മറിഞ്ഞു നിൽക്കുന്ന ടെക്സ്റ്റിന്റെ ലെയർ സെലക്ട് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ഈ ഭാഗത്ത് ആഡ് ലെയർ മാസ്ക് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ലെയർ മാസ്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അതിനുശേഷം ഗ്രേഡിയന്റ് ടൂൾ സെലക്ട് ചെയ്യുക. ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ശേഷം ഇതിന്റെ ഈ അറ്റത്ത് നിന്നുകൊണ്ട് താഴത്തേക്ക് മുകളിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഷേഡോ ഇഫക്ട്സ് ലഭിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അല്പം ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം അല്പം ഇറക്കി വെച്ചു കൊടുക്കുക. ഒരല്പം കൽപ്പിച്ചു. ഒരു ഗ്ലാസ് ടേബിളിൽ ഇരിക്കുന്ന ഒരു ഇഫക്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഒരു ഇമേജിന് സാധാരണഗതിയിലുള്ള ഒരു ഇമേജിന് ഷേഡോ കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ ഇഫക്ട്സിൽ പോയിട്ട് ഡ്രോപ്പ് ഷേഡോ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡ്രോപ്പ് ഷേഡോ എന്നുള്ളതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ലെയർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഷേഡോ മറ്റൊരു ലെയർ ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ആവശ്യാനുസരണം കൺട്രോൾ T പ്രസ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡിസ്റ്റോർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആവശ്യമായ രീതിയിൽ നമുക്ക് അതിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഷേഡോ ആവശ്യാനുസരണം കൊടുക്കാവുന്നതാണ്. കണ്ടോ? എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇത് കൂടാതെ ഇത് ഷേഡോ ഉപയോഗിക്കാതെ തന്നെ നമുക്കിവിടെ ഈ ഇമേജിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഇമേജ് സെലക്ട് ചെയ്യുക. കൺട്രോൾ J പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പി എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പിക്സൽ സെലക്ട് ചെയ്യുക. ശേഷം ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൺട്രോൾ ബാക്ക് സ്പേസ് അടിച്ച് ആൾട്ട് ഡിലിറ്റ് അടിച്ചുകൊണ്ട് ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ലെയറിന്റെ ഒപ്പാസിറ്റി ആവശ്യാനുസരണം കുറയ്ക്കുക. കൺട്രോൾ D പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ ഒഴിവാക്കുക. അതിനുശേഷം കൺട്രോൾ T പ്രസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിസ്റ്റോർട്ട് കൊടുത്തുകൊണ്ട് ആവശ്യാനുസരണം ഇതിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് ഷേഡോ നിർമ്മിച്ചെടുക്കാവുന്നതാണ്.